തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടേതാണ്. ജനങ്ങൾ മാറ്റത്തിന് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അനൂപ് ആന്റണി 24നോട് പ്രതികരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റെടുത്തുവെന്നും അനൂപ് ആന്റണി പറയുകയാണ്. ആ പ്രതികരണം ഒന്ന് കാണാം. തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി 24 ചേരുകയാണ്. പ്രധാനമന്ത്രിയുടെ സ്വന്തം ആളെന്ന് വിശേഷിപ്പിച്ചാണ് നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്ന് മടങ്ങിപ്പോയിട്ടുള്ളത്. അതിനുശേഷമുള്ള മണിക്കൂറുകൾ, ദിവസങ്ങൾ ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആത്മവിശ്വാസം ഇരട്ടിയായിട്ടുണ്ടോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? ആത്മവിശ്വാസം ഇരട്ടിയല്ല, 10 ഇരട്ടി ആയിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം തിരുവല്ലയിലെ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വന്നിട്ടുണ്ട്, കൂടുതൽ പ്രതീക്ഷ കൂടിയിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഗ്യാരണ്ടി നൽകിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല യഥാർത്ഥമായ മാറ്റം NDAയിലൂടെ നരേന്ദ്രമോദിയുടെ പിൻബലത്തോടു കൂടി മാത്രമേ സാധിക്കൂ എന്നൊരു ബോധ്യത്തോടു കൂടി വിധി എഴുതുകയാണ്. അതിന്റെ എല്ലാ കോൺഫിഡൻസും ഉണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് ഒരു ഡബിൾ എഞ്ചിൻ MLA ആയിട്ട് മണ്ഡലത്തിൽ പ്രവർത്തിക്കും, ജയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത് വരുമ്പോഴത്തേക്കും ഒരു ടാഗ് ലൈൻ തന്നെ, അനൂപ് വരും, ഇനിയെല്ലാം ശരിക്കും ശരിയാകുമെന്നുള്ളത്. അപ്പോൾ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് കാര്യങ്ങളാണ് വോട്ടർമാരോട് പറയാനുള്ളത്? ഇനി ഒറ്റ ടാഗ് ലൈനേ ഉള്ളൂ, മോദിക്ക് ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. തിരുവല്ലയ്ക്ക് അദ്ദേഹം നേരിട്ട് ഗ്യാരണ്ടി നൽകിയിരിക്കുകയാണ്. തിരുവല്ലയുടെ ജനങ്ങൾക്ക് ഗ്യാരണ്ടി നൽകിയിരിക്കുകയാണ്. തിരുവല്ലയുടെ ഓരോ വികസന കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് തന്നെ എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു, എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം വ്യക്തിപരമായിട്ട് തന്നെ ഇടപെടാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് പോയത്. ഒരു 20 വർഷത്തിലേറെയായിട്ട് LDFിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ UDF തിരിച്ചു വരാനുള്ള വലിയ ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മണ്ഡലമാണ്, ഞങ്ങളെ ജയിക്കുകയുള്ളൂ എന്ന് LDFും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ അനൂപ് ആന്റണിയുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഇതിനകത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അവരവരുടെ രാഷ്ട്രീയവും അവരവരുടെ നിലനിൽപ്പും അവരവരുടെ പവർ മാത്രമാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ 20 വർഷം അധികാരത്തിലിരുന്നില്ലേ, ഇനി ഞങ്ങൾ തന്നെ പോരെ, ഒരാൾ ചോദിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഷ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇവരാരും ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് മാത്രം ചിന്തിക്കുന്നില്ല. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നിലവിലെ MLA ജനങ്ങളുടെ ഒരു വിധി മാനിച്ചുകൊണ്ട് സത്യം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ അദ്ദേഹം പിന്മാറേണ്ടിയിരുന്നു. അദ്ദേഹം മത്സരിക്കാനേ പാടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെടേണ്ടതായിരുന്നു ജനവിധി അദ്ദേഹത്തിന് എതിരാണ്. കാരണം 20 വർഷമായിട്ട് തിരുവല്ലയുടെ വികസനത്തിന് അവസരം ലഭിച്ചു. സത്യം പറഞ്ഞാൽ തിരുവല്ലയിലെ ജനങ്ങൾ ചോദിക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യമാണ്, ഒരു കുഞ്ഞ് യുവാവാവേണ്ട പ്രായമാണെങ്കിലും തിരുവല്ലയുടെ വികസനം ഇപ്പോഴും ശൈശവാവസ്ഥയിൽ കഴിയുകയാണ്. മോദി ഗ്യാരണ്ടി ഡബിൾ എഞ്ചിൻ MLA ആയിട്ട് ജയിച്ചാൽ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും മോദിയുടെ ഗ്യാരണ്ടിയോടൊപ്പം ഒരു ഡബിൾ എഞ്ചിൻ MLA ആയിട്ട് തിരുവല്ലക്കാരെ കാത്തിരിക്കുന്ന ആ മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം തന്നെ എന്തൊക്കെയാണ് അടുത്ത വരുന്ന ദിവസങ്ങളിൽ ചെയ്തു തുടങ്ങേണ്ടതിനെ കുറിച്ചുള്ള വർക്ക് തുടങ്ങി കഴിഞ്ഞു. തിരുവല്ലയിൽ ഇനിയൊരു മത്സരം പോലും ഇല്ല, താനിവിടെ ജയിച്ചു കഴിഞ്ഞ ഒരു പ്രതീതിയാണ് എന്നുള്ള കാര്യമാണ് തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി പറയുന്നത്. ഒരു ഡബിൾ എഞ്ചിൻ MLA ആയിട്ട് മണ്ഡലത്തിൽ പ്രവർത്തിക്കും, അതിന് നരേന്ദ്രമോദിയുടെ മോദി ഗ്യാരണ്ടി ഈ മണ്ഡലത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി അനൂപ് ആന്റണി പറയുകയും ചെയ്യുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.